ഹലോ മങ്സ്, വെൽക്കം ടു ക്രിപ്റ്റോ മങ്കി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡോക്സ് നാളെ ഇറങ്ങാൻ പോവുകയാണ്. സോ 26 ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഡോക്സ് ബൈബിറ്റിൽ എങ്ങനെയാണ് വിൽക്കുന്നത് വാങ്ങുന്നത് എന്നുള്ള വീഡിയോ ആണിത്. സോ ഓൾറെഡി ബൈനാൻസിൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ റെഫർ ചെയ്യാം. സോ ഇവിടെ നമ്മൾ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഓൾറെഡി നിങ്ങളുടെ ബൈബിറ്റ് വാലറ്റിലേക്ക് കൊടുത്തവരെ അവരുടെ അസറ്റിലേക്ക് എന്തെന്ന് ഓൾറെഡി നിങ്ങളുടെ ഡോക്സ് വന്നിട്ടുണ്ടാവും. സോ ഇവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വാലറ്റിൽ കിടക്കുന്നത് ഈ ഫണ്ടിങ് എന്ന് പറഞ്ഞ വാലറ്റിലായിരിക്കും നിങ്ങളുടെ ഡോക്സ് കിടക്കുന്നുണ്ടാവുക. സോ ഈ ഫണ്ടിങ് എന്ന് പറഞ്ഞ വാലറ്റിൽ കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വെച്ച് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. പകരം എന്ത് ചെയ്യണം, ആ ഫണ്ടിങ് എന്ന് പറഞ്ഞ വാലറ്റിൽ നിന്ന് എന്ത് ചെയ്യണം, അത് യൂണിഫൈഡ് ട്രേഡിംഗ് എന്ന് പറഞ്ഞ വാലറ്റിലിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഫണ്ടിനെ കൊണ്ടുവരണം. അതിനടുത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫണ്ടിങ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അസറ്റ് ഇവിടെ കാണാൻ പറ്റും. ഈ അസറ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ട്രാൻസ്ഫർ എന്നൊരു ബട്ടൺ കാണാൻ പറ്റും. ഈ ട്രാൻസ്ഫർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഏത് കോയിനാണ് മാറ്റേണ്ടത്, നിങ്ങൾക്ക് ഇവിടെ മാറ്റേണ്ടതാണ് ഡോക്സ് ആണ്. സോ ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡോക്സ് എന്ന് സെർച്ച് ചെയ്യുക. സോ ഓൾറെഡി ഡോക്സ് വന്നിട്ടുണ്ട്. സോ ഡോക്സ് സെർച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ എത്ര എമൗണ്ട് ആണോ മാറ്റേണ്ടത് എന്ത് ചെയ്യുക, മാക്സ് ആണ് മാറ്റേണ്ടതെങ്കിൽ ഫുൾ എമൗണ്ട് ആണ് നിങ്ങൾ ഇപ്പോൾ വിറ്റ് കളയാണെന്ന് എന്ത് ചെയ്യുക, മാക്സ് മാറ്റുന്നതിന് ശേഷം എന്ത് ചെയ്യുക, യൂണിഫൈഡ് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് കൺഫേം കൊടുത്ത് എന്ത് കിട്ടും. അതിന് വേറെ ഗ്യാസ് ഫീസ് ഒന്നുമില്ല, വെറുതെ ഒരു വാലറ്റിൽ നിന്ന് വെറുതെ തൊട്ടപ്പുറത്തെ വാലറ്റിലോട്ട് മാറ്റുന്നു. ഇവരുടെ ഉള്ളിൽ തന്നെ വാലറ്റാണ്, അതിന് നമ്മൾ സെപ്പറേറ്റ് ഫീ ഒന്നും കൊടുക്കണ്ട. സോ അങ്ങനെ മാറ്റി കഴിഞ്ഞിട്ട് യൂണിഫൈഡ് ട്രേഡിംഗിലേക്ക് എന്ത് ചെയ്തു, ആ വാലറ്റിലോട്ട് എന്ത് വന്നു, നമ്മുടെ ഫണ്ട് ഡോക്സ് എത്തിയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ സെല് ചെയ്ത് കളയേണ്ടത്. അതിനായിട്ട് നമ്മൾ വേണ്ടത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്പോട്ട് എന്ന് പറഞ്ഞൊരു ട്രേഡിംഗ് കാണാൻ പറ്റും. ഈ സ്പോട്ട് എന്ന് പറഞ്ഞ ട്രേഡിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഏതാണ് മാറ്റേണ്ടത്, ഡോക്സ് ആണ് നിങ്ങൾക്ക് സെല് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ BTC/USD കാണാൻ പറ്റും. അതും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് നിങ്ങളുടെ പേര് സെർച്ച് ചെയ്യാൻ പറ്റും. ഏത് പേരാണ് സെർച്ച് ചെയ്യാൻ പോകുന്നത്, ഡോക്സ് എന്നാണ് സെർച്ച് ചെയ്യാൻ പോകുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഡോക്സ് സെർച്ച് ചെയ്തെങ്കിൽ ഒന്നും കാണാൻ പറ്റില്ല, കാരണം എന്താ, ഡോക്സ് ഇതുവരെ ലിസ്റ്റ് ആയിട്ടില്ല. സോ ഡോക്സ് ലിസ്റ്റ് ആകുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ സപ്പോസ് നീ വിചാരിക്കുക എൻ്റെ കയ്യിലിപ്പോൾ ഈ ഫസ്റ്റ് കിടക്കുന്ന കോയിൻ ഇത് ഡോക്സ് ആണെന്ന് വിചാരിക്കുക, ഞാൻ ആ ഫസ്റ്റ് കിടക്കുന്ന കോയിൻ ഡോക്സ് സെർച്ച് ചെയ്ത് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചാർട്ടൊക്കെ അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ മേലെ ചാർട്ടെന്ന് ട്രേഡ് എന്ന സെക്ഷൻ കാണാൻ പറ്റും. ഈ ചാർട്ട് സെക്ഷൻ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ കോയിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് ഇവിടെ ഓരോ ടൈം ഫ്രെയിമിൽ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് 15 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിം ഇട്ട് കഴിഞ്ഞാൽ 15 മിനിറ്റിൽ ആ കോയിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് കാണാൻ പറ്റും. സോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ വാങ്ങണോ, വളരെയധികം ഡംപായിരിക്കുകയാണോ, അതോ നല്ല രീതിയിൽ അപ്പായിക്കൊണ്ടിരിക്കുകയാണോ, അങ്ങനെയൊക്കെ ഡിസിഷൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങണോ വിൽക്കണോ എന്നുള്ളൊരു ഡിസിഷൻ അവിടെ എടുക്കാൻ പറ്റും. സോ ഞാൻ ട്രേഡിലെ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിവിടെ പലതരത്തിലുള്ള ഓർഡർ ഉണ്ട്. നമ്മുടെ ബൈനാൻസിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ബാറിൽ ലിമിറ്റ് എന്ന് പറഞ്ഞ് കാണുന്ന ബാറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറ്റും മാർക്കറ്റ്, TPSL, കണ്ടീഷനിൽ, വൺ ക്യാൻസൽ ആണ്, ട്രേഡിംഗ് സ്റ്റോപ്പ്, അങ്ങനെ ഇഷ്ടംപോലെ ഓർഡേഴ്സ് ഉണ്ട്, പലതരത്തിലുള്ള ഓർഡേഴ്സ് ഉണ്ട്. സോ ഇത് ഇഷ്ടമുള്ള നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, നിങ്ങൾക്ക് അറിവുണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കിവിടെ ഇപ്പോൾ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് എത്രയാണോ ആ മാർക്കറ്റിനാണ് എനിക്ക് സെല്ല് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഞാനിവിടെ ബൈ എന്നതിന് പകരം എന്ത് ചെയ്യണം, സെല്ല് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, എനിക്കിപ്പോൾ കറൻറ്റ്ലി ഇവിടെ കാണുന്ന ഒരു പ്രൈസ് കണ്ടില്ലേ, ഈ പ്രൈസിനാണ് എനിക്ക് എന്ത് ചെയ്തത് വിൽക്കേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ലിമിറ്റ് മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്തു, മാർക്കറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നത്, എൻ്റെ കയ്യിലുള്ള എല്ലാ കോയിനും എനിക്ക് വിൽക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ കാണുന്ന ഈ ഒരു ബാർ കണ്ടോ, അതിങ്ങനെ 100% ആക്കി എന്ത് ചെയ്യും, എൻ്റെ കയ്യിലുള്ള എല്ലാ കോയിനും എനിക്ക് അവിടെ സെല് ചെയ്യാൻ പറ്റും. അല്ല എനിക്ക് ഒരു 25% മതി, എന്തിനാണ് മതി, ഈ ബാർ ഇവിടെ കൊണ്ടുവയ്ക്കുക, 50% മതി ഇവിടെ കൊണ്ടുവയ്ക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, സെൽ മ്യൂ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് എന്ത് സംഭവിക്കും, നിങ്ങളുടെ കയ്യിലുള്ള ഡോക്സ് കോയിനെ, ഇവിടെ സെൽ ഡോക്സ് എന്നായിരിക്കും, ഡോക്സ് കോയിൻ സെല്ലായിട്ട് എന്തായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക, USDT എന്ന് പറഞ്ഞ കോയിനായിരിക്കും നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ USDT എന്ന് സെല് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നിങ്ങളുടെ കയ്യിലൊരു ഡോളറിൻ്റെ ഈക്വൽ ആയിട്ടുള്ള ഒരു കറൻസി നിങ്ങളുടെ കയ്യിലേക്ക് എത്തി എന്നർത്ഥം. ഇനി നിങ്ങൾ വിചാരിക്കുകയാണ് ഓൾറെഡി നിങ്ങൾക്ക് ഇത് വിറ്റു, അതിനുശേഷം എന്ത് ചെയ്തു, വീണ്ടും കുറയുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും വാങ്ങണമെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം, ഈ ബൈ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ വീണ്ടും ഇപ്പോൾ ഒരു നല്ല രീതിയിൽ പ്രൈസ് ഡംപായി, അതായത് ഇപ്പോൾ താഴെത്തിയാണ്, ഇവിടെയാണ് നിങ്ങൾ വിറ്റത്, അതിനുശേഷം എന്ത് ചെയ്തു, ഇവിടെ എത്തി. അപ്പോൾ നിങ്ങൾ തോന്നുന്നത് ഇനിയും താല്പര്യം താഴേക്ക് പോകാൻ ചാൻസ് ഇല്ല, എനിക്ക് ഇവിടെ വെച്ച് വിൽക്കണം വിചാരിക്കണം, വാങ്ങണം വിചാരിക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, വീണ്ടും ട്രേഡിലോട്ട് വരുന്നുണ്ടായിരുന്നു, ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഞാൻ എൻ്റെ കയ്യിൽ എത്ര USDT ഉണ്ടോ ആ USDT കൊടുത്തതിന് ശേഷം എന്ത് ചെയ്തു, ഞാൻ ബൈ ഡോക്സ് എന്ന് ക്ലിക്ക് ചെയ്യുന്നതിന് പറ്റും, എൻ്റെ കയ്യിൽ നേരത്തെ സെല് ചെയ്ത് കിട്ടിയ USDT ഉപയോഗിച്ചിട്ട് ഞാൻ ഡോക്സ് ബൈ ചെയ്ത് വെക്കുന്നതായിരിക്കും. സോ അതോടുകൂടി എന്ത് ചെയ്തു, വീണ്ടും ആ ഡോക്സ് കുറഞ്ഞ വിലയ്ക്ക് മേടിച്ച് വെച്ചു. എന്നിട്ട് വീണ്ടും കൂടുമ്പോൾ എന്ത് ചെയ്യാം, വീണ്ടും വേണമെങ്കിൽ വിൽക്കാം. ഇതിനാണ് നമ്മൾ സ്പോട്ട് ട്രേഡിംഗ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ബൈയും സെല്ലും എങ്ങനെയാണ് ചെയ്യുന്നത് മനസ്സിലായി. ഇപ്പം നിങ്ങളുടെ കയ്യിലേക്ക് സെല് ചെയ്തതിന് ശേഷം USDT എത്തി. ഇനി നിങ്ങളുടെ കയ്യിലേക്ക് എന്ത് ചെയ്യണം, ഇതിനെ ബാങ്ക് അക്കൗണ്ടിലോട്ട് മാറ്റണം. ബാങ്ക് അക്കൗണ്ടിലോട്ട് മാറ്റാനായിട്ട് നമുക്ക് 2 മെത്തേഡാണുള്ളത്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ P2P. സോ P2P ഹോമിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇവിടെ P2P ട്രേഡ് എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റും. ഒന്നില്ലെങ്കിൽ ഈ മെത്തേഡ് യൂസ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലുമൊക്കെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ബയ്യേഴ്സ് ആരെങ്കിലും ഉണ്ട്, USDT മേടിക്കാനായിട്ട് ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് നിങ്ങളുടെ കയ്യിലുള്ള USDT ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. അവരെന്ത് ചെയ്യുന്നു, അവരുടെ കയ്യിലുള്ള ഫണ്ട് നിങ്ങളുടെ ബാങ്കിലോട്ട് അയച്ചിരുന്നു. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് സെല് ചെയ്യാം. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലൊക്കെ ഒരുപാട് പേര് USDT ഒക്കെ മേടിക്കാൻ നടക്കുന്നുണ്ട്. സോ അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ സെല് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ P2P ട്രേഡിംഗ് എന്ന് പറഞ്ഞ മെത്തേഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ വന്നതിന് ശേഷം എന്ത് ചെയ്യുക, ഞാനിത് എടുത്തിട്ടില്ല അതുകൊണ്ടാണെന്നുള്ളത്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാ
പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സെല് ചെയ്യാനുള്ളത്, കാരണം നിങ്ങളുടെ കയ്യിലുള്ള USDT സെല് ചെയ്യാനുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം, ഈ USDT സെല് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് മുന്നായിട്ട് നിങ്ങൾക്ക് ഈ P2P ട്രേഡിൽ നിന്ന് മേലെ കാണാൻ പറ്റും. അത് മാറ്റി എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ 1 ക്ലിക്ക് ബൈ എന്ന് പറയാൻ പറ്റും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ നൂലാമാല ഒന്നും അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്, നിങ്ങളുടെ കയ്യിൽ കുറച്ച് USDT ഉണ്ട്. ആ USDT മൊത്തം നിങ്ങൾക്ക് വെക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ നിങ്ങൾക്ക് USDT എന്ന് പറഞ്ഞാൽ ടോട്ടൽ ക്വാണ്ടിറ്റി എത്രയാണ്, ഫുൾ എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ടോട്ടൽ ക്വാണ്ടിറ്റി ആയിട്ട് അടിച്ചു കൊടുക്കണം. 3.5 എന്ന് അടിച്ചു കൊടുത്തു. അതിനുശേഷം എന്ത് ചെയ്തു, ഞാൻ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ വേറെ ആരെങ്കിലും ഒക്കെ P2Pയിൽ ഇപ്പോൾ ഒരു ആൾ ഇവിടെ മേടിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ സെലക്ട് ചെയ്യുന്നു. അയാൾ എനിക്ക് എന്ത് ചെയ്യുന്നു, എത്ര പൈസയാണ് തരേണ്ടതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ പൈസ സെലക്ട് ചെയ്യുന്നു. സെൽ USDT കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മളൊരു വിൻഡോയിൽ ലോക്കാവും. ലോക്കായതിനു ശേഷം എന്ത് ചെയ്യും, അവർ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് പൈസ ഇട്ടു നമ്മൾ ഉറപ്പിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ USDT അവരുടെ കയ്യിലോട്ട്, അവരുടെ അക്കൗണ്ടിലോട്ട് നമ്മൾ അയച്ചു കൊടുക്കുന്നു. സോ അവർ ബാങ്ക് അക്കൗണ്ടിലോട്ട് പൈസ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആപ്പിൽ തന്നെ കാണാൻ പറ്റും ബാങ്ക് അക്കൗണ്ടിലോട്ട് പൈസ അയച്ചു എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ പോയി ചെക്ക് ചെയ്യുക വന്നോ ഇല്ലയോ എന്നുള്ളത്. വന്ന് കഴിഞ്ഞ് ഉറപ്പിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നമ്മുടെ കയ്യിലുള്ള USDT നമ്മുടെ കയ്യിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുക. ഇതൊക്കെ ഒരു വിൻഡോയിൽ കൂടി നടക്കുക. അതിന് മുന്നേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എൻകൗണ്ടർ ഇഷ്യൂ നടക്കുകയാണെന്ന് എന്ത് ചെയ്യാം, ഇവിടെ താഴെ സപ്പോർട്ട് എന്ന് കാണാൻ പറ്റും. ആ സപ്പോർട്ടുകൾക്ക് എന്ത് പറ്റും, അവരെ സപ്പോർട്ടുമായിട്ട് കോൺടാക്ട് ചെയ്ത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുറയുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ട്രേഡൊക്കെ 30 മിനിറ്റ് ഒക്കെ എടുക്കും, ചിലത് 1 മണിക്കൂർ എടുക്കും. സോ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങളുടെ ട്രേഡിങ് സക്സസ്ഫുൾ ആയിട്ടില്ല, ഒരു ടൈമർ അവിടെ ഉണ്ടാവും. ആ സക്സസ്ഫുൾ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ടുമായിട്ട് കോൺടാക്റ്റിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഒരു വേണമെങ്കിൽ ഡിസിഷൻ വേണമെങ്കിൽ എടുക്കാനായിട്ട് സാധിക്കും. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെല്ലേഴ്സിനെ അല്ലെങ്കിൽ ബയേഴ്സിനെ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ വന്ന ശേഷം എന്ത് ചെയ്യുക, സെല്ല് നിൽക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഇവിടെ ഒരുപാട് ബയേഴ്സ് കാണാൻ പറ്റും. 88 രൂപയ്ക്ക് മേടിക്കാൻ കിടക്കുന്നത്, 92 രൂപയ്ക്ക് മേടിക്കാൻ കിടക്കുന്നുണ്ട്, 91 രൂപയ്ക്ക് മേടിക്കാൻ കിടക്കുന്നുണ്ട്. സോ നിങ്ങൾ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അവരുടെ ഓർഡർ നോക്കുക. ഇയാൾക്ക് 6 ഓർഡർ ചെയ്തിട്ടുള്ളൂ, സ്ട്രെസ് എന്ന് പറയാൻ. കാരണം ബൈബിറ്റിൽ കുറേ പേർക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ P2P ചെയ്യുന്നവർക്ക് കുറേ പേർക്ക് ഇഷ്യൂസ് കണ്ടിട്ടുണ്ട്, കുറേ പേര് സ്കാം ചെയ്ത് പോയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ കുറച്ചുകൂടി ട്രസ്റ്റഡ് ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് ബൈനാൻസിൽ P2P ആണ്. അവിടെയും സ്കാം നടക്കാറുണ്ട്. എന്നാലും കുറച്ചുകൂടി ട്രസ്റ്റഡ് നോക്കുകയാണെങ്കിൽ P2P ബൈനാൻസിൽ തന്നെയാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ ഇവിടെ ചൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞ നേരത്തെ രണ്ടാമത്തെ മെത്തേഡ് പറഞ്ഞ പോലെ ആരെങ്കിലും USDT മേടിക്കാനുണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, ആ ബാങ്ക് അക്കൗണ്ടിലോട്ട് വേണമെങ്കിൽ പൈസ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റാൻ പറ്റും. സോ ഇവിടെ വരികയാണെങ്കിൽ നമ്മളിവിടെ സെല്ല് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പറ്റും, നമ്മുടെ കയ്യിൽ എത്ര എമൗണ്ട് ഉണ്ടോ ആ എമൗണ്ടോട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മളുടെ ആഡ് പേയ്മെൻറ്റ് മെത്തേഡ് ഉണ്ടാവും. നിങ്ങളുടെ കയ്യിലുള്ള UPI ID അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഏതാണെന്ന് വെച്ചാൽ ആഡ് പേയ്മെൻറ്റ്, കാരണം അവർ നിങ്ങൾക്ക് പൈസ അയക്കണ്ടേ. സോ ആ ആഡ് പേയ്മെൻറ്റ് മെത്തേഡ് കൊടുക്കുക. എന്നിട്ട് സെല്ല് കൊടുത്താൽ എന്ത് ചെയ്യും, ഒരു വിൻഡോയിൽ ലോക്കാവും. ആകെ ഇവിടെ പറഞ്ഞാൽ 30 മിനിറ്റാണ് ഈ ട്രാൻസാക്ഷൻ വന്നത്. ആ 30 മിനിറ്റ് ട്രാൻസാക്ഷൻ എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, അതിൻ്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യും, ചിലപ്പോൾ ഈ ട്രേഡ് കംപ്ലീറ്റ് ആവാനുള്ള ചാൻസസും ഉണ്ടാവും. സോ ഇത്രേ ഉള്ളൂ വാങ്ങാനും വിൽക്കാനുള്ളത്. ഇങ്ങനെയാണ് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് എന്ത് ചെയ്യുക, പൈസ ആക്കി ഈ ഒരു കോയിനെ മാറ്റുക എന്ന് പറയുന്നത്. സോ ഇത്ര വളരെ എളുപ്പമാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അല്ലാതെ നമ്മുടെ കമ്മ്യൂണിറ്റി ചാനൽ ഡൗട്ട് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യാം, അവിടെ വന്ന് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ചോളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.